ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ഒരു പാർവതി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി. 2 പിള്ളേര് മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അന്ന് സാർമാരത്തെ എല്ലായിടത്തേക്കും പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്ത ശ്രദ്ധിച്ച് കേൾക്കണ്ട. അന്തിച്ചർച്ച ഇല്ലാത്തൊരു വിഷയമാണ്. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ അന്തിച്ചർച്ച കേട്ടായിരുന്നോ? ഏതെങ്കിലും അന്തിച്ചർച്ച ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടായിരുന്നു എന്നേ ചോദിച്ചേ. കുണ്ടറയിൽ സിയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി ഇടിച്ചു. കൊണ്ടുപോകുമ്പോൾ തന്നെ മകൾ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അസുഖമുള്ള ഒരു മനുഷ്യനാണ്, സാറെ ഇടിക്കലേ എന്ന്. മകളുടെ വോയിസിൽ അത് മുഴുവനുണ്ട്. സാറോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പപ്പയെ ഇടിക്കല്ലേ എന്ന് ഞാൻ 100 തവണ പറയില്ലേ, എന്നിട്ടും സാർ ഇടിച്ചില്ലേ, എൻ്റെ പപ്പ പോയി. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, നമുക്ക് ആ വോയിസ് ഓവർ കേൾക്കാൻ പറ്റില്ല, തകർന്നു പോകും. സ്വന്തം പപ്പ മരിച്ചു പോയ സമയത്ത് ആ മകള് പോലീസിനെ വിളിച്ചു പറയാ, നിങ്ങൾക്ക് സമാധാനമായില്ലേ, എൻ്റെ പപ്പ പോയി എന്ന്. ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഇതെന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ കണക്കാക്കണം? ഒരു കസ്റ്റഡി മരണമായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ പോലീസുകാർ തല്ലിക്കൊന്നതാണെന്ന രീതിയിലാണ് മോള് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ചാനലിൽ മുഴുവൻ ചർച്ച നടക്കേണ്ടതല്ലേ സുഹൃത്തുക്കളെ? ഈ പോലീസിന്റെ നരനായാട്ടിനെതിരെ ചർച്ച നടക്കട്ടെ. ഹാഷ്മിയുടെ കഥാപ്രസംഗം ഉണ്ടാവണ്ടേ? വേണ്ടേ? സ്മൃതി പരുത്തിക്കാടിന്റെ കഥാപ്രസംഗം ഉണ്ടാവണ്ടേ? സ്മൃതി പരുത്തിക്കാടിന്റെ നിർത്തിപ്പൊരിക്കലുണ്ടാവണ്ടേ? വേണ്ടേ? വിനി വി ജോർജിന്റെ ചർച്ച ഉണ്ടാവണ്ടേ? എന്തല്ലാത്തത്? പിണറായി വിജയന്റെ ആ പോലീസിൽ നിന്ന് ഒട്ടും മാറ്റം വന്നിട്ടില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? ഇതെന്താ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ചർച്ചയാവാത്തത്? എത്ര കാലമായി നമ്മുടെ പോലീസിങ് നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇപ്പോഴും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എടാ എന്നും പോടാ എന്നും എമ്മും പായും മറ്റും കൂട്ടി വിളിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഭാഷ ഇവർക്ക് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ലോക പോലീസ് സംവിധാനത്തെ മുഴുവൻ നോക്കുകയാണെങ്കിൽ എത്ര മാന്യമായിട്ടാണ് കുറ്റക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളോട് ഇടപെടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആരോപണം മാത്രമേ ഉള്ളൂ, പോലീസിനും വലിയ തെളിവൊന്നുമില്ല ഈ ജനങ്ങൾ ആരോപിക്കപ്പെട്ട വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത്. ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആള് ആ നിമിഷം തന്നെ കുറ്റക്കാരനാവുന്നില്ല. അത് അന്വേഷിക്കപ്പെടണം, കൃത്യമായിട്ടും അന്വേഷിക്കപ്പെടണം, തെളിവുകളൊക്കെ സ്വീകരിക്കണം, കോടതിയിലെത്തണം, വിധി പ്രസ്താവം വരണം. അതിനുശേഷം മാത്രമാണ് ഒരു വ്യക്തി കുറ്റക്കാരനാവുള്ളൂ. അതുവരെ അദ്ദേഹം കുറ്റം ആരോപിക്കപ്പെട്ടവൻ മാത്രമാണ്. ഒരു തരത്തിലും ഒരാൾക്കും കൈവയ്ക്കാൻ അവകാശമില്ല എന്നർത്ഥം. പക്ഷേ അതേസമയം ഏതോ ഒരു പെണ്ണിന് വേണ്ടി പിടിച്ചു കൊണ്ടുപോയി എന്നാണ് ആ മകൾ പറയുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളതൊന്ന് കേൾക്കൂ. നിങ്ങൾ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരോ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്ത് സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാണ്. എന്തൊരു സങ്കടമുള്ള ഒരു വർത്തമാനമാണ്. 100 വട്ടം ഞാൻ പറഞ്ഞില്ല സാറേ ഇടുക്കിൽ അസുഖമുള്ള ഒരാളാണെന്ന്, എന്നിട്ടും ഇടിച്ചു എന്നാണ്. നമ്മുടെയൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ എന്നാണ് ഇനിയൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് മാറുക എന്നതാണ്. ഇതിൽ വി ഡി സതീശൻ ചേട്ടൻ ഇടപെടണ്ടേ? ആഭ്യന്തരമന്ത്രി ഇടപെടണ്ടേ? ബഹുമാനപ്പെട്ട അവരെല്ലാം ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ഇടപെടുക? കൃത്യമായിട്ടും പോലീസുകാരുടെ പേരടക്കം തുടക്കത്തിൽ പറയുന്നുണ്ട് ഈ പെൺകുട്ടി. പോയി, ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് പോരെ സുഹൃത്തുക്കളെ, അത് ഭീകരമല്ലേ? എന്തായാലും ഒരു ചാനലിൽ മാത്രം ഇതിന്റെ ഒരു ചെറിയ ചർച്ച, ഒരു ഡയലോഗ് വന്നിട്ടുണ്ട്. കൊല്ലം കുണ്ടറയിൽ യുവാവ് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച സിയാദിന്റെ മകളും പോലീസുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ശ്രദ്ധിച്ചു. ആ ഫോൺ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടു. സിയാദിന് പിടിച്ചു കൊണ്ടുപോയത് ഏതൊരു കുട്ടി കാണാതായതിന്റെ പേരിലാണ്, ഏതൊരു പെണ്ണ് പരാതി കൊടുത്തതിന്റെ പേരിലാണ്.
പിടിച്ചു കൊണ്ടുപോയാൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഇത്തരം വ്യക്തികൾ അതിഭീകരമായിട്ട് ഉപദ്രവിക്കുന്നതും തല്ലി ഒരു പരവുമാക്കുന്നതും കൊല്ലാക്കല ചെയ്യുന്നതും എന്തിന്റെ പേരിലാണ്? ആ പെൺകുട്ടി ആ പേര് പറയുന്നത് നോക്കൂ. സാറല്ലേ അതെല്ലോ. അന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയ കൊല്ലം കുണ്ടറയിൽ എവിടെ അത്? ആ എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച സിയാദിന്റെ മകളും പോലീസുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ആദ്യം അതിലേക്ക്. ശ്രീജിത്ത് സാറല്ലേ? കണ്ടില്ലേ, അതെല്ലോ. ശ്രീജിത്ത് സാറല്ലേ, പപ്പ രോഗിയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില വാർത്തകളൊക്കെ നിരന്തരം കേൾക്കുന്നുണ്ടാണ്. ഞാൻ വളരെ സമാധാനപരമായി ഇരുന്ന് വർത്തമാനം പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുക. സാധാരണ നമ്മൾ മുമ്പിൽ വരുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ സംസാരിക്കുക. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടമാവാതിരിക്കാം. അപ്പോൾ ഒരു വിഷയത്തെ നമ്മളൊന്ന് അപഗ്രഥിക്കാനൊക്കെ ശ്രമം നടത്തുക. പക്ഷേ എത്ര തന്നെ രൂക്ഷമല്ലാത്ത ഭാഷയിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും. ഒരു കൊച്ചിന് അവരെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്, അവരെ ഉപ്പയാണ് നഷ്ടപ്പെട്ടത്, അവരെ അച്ഛനാണ്, അവരെ താങ്ങും തണലുമാണ്. ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് അങ്ങനെ വിളിച്ച് പോലീസുകാരനോട് സമാധാനമായില്ലേ, നിങ്ങൾക്കെല്ലാം സമാധാനമായില്ലേ, എൻ്റെ പപ്പയെ കൊന്നു കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ എന്ന് ആ ഒരു കൊച്ചു ചോദിക്കണമെങ്കിൽ ആ കൊച്ചിനത് യാഥാർത്ഥ്യം അറിയാമെന്നർത്ഥം. ആ കൊച്ചു പറയുന്നുണ്ട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു 100 തവണ പറഞ്ഞിരിക്കും, പോലീസുകാരെ കയ്യും കാലും പിടിച്ചിരിക്കും, എൻ്റെ പപ്പയെ കൊണ്ടുപോകരുത്, അടിക്കരുതെന്ന്. എന്നിട്ടും അടിച്ചു. ആ പപ്പ തന്നെയാണ് അത്ര മോളോട് പറഞ്ഞത്, പപ്പയെ അടിച്ചു പോലീസുകാർ. അതിൻ്റെ ഭാഗമായിട്ട് നട്ടല് വീഴുകയും നട്ടലിന് പഴുപ്പ് വരികയും ചെയ്തിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ഹോസ്പിറ്റലാവുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ ഒരു സാംസ്കാരിക കേരളത്തിൽ. എൻ്റെ അത്ഭുതം, ഇത് നടന്നിട്ട് 1-2 ദിവസമായി. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഇതിന് ചെറിയ റീലുകൾ മറ്റും ഇടുകയല്ലാതെ വേറെ ഒന്നും സാധിക്കുന്നില്ല. വേറെ ആരും ഈ വാർത്ത കൊണ്ടുപോകുന്നില്ല. ഇപ്പോഴത്തെ ഏഷ്യാനെറ്റൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നല്ല കാര്യം. ഇത് ചർച്ച ചെയ്യണം, ആളുകൾ അറിയണം എന്നുള്ളതാണ്. അല്ലാതെ അത് ശരിയാവില്ല. സിയാദിനെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതൊരു വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന ഒരു സഹോദരിയുടെ പരാതിയിൽ ഈ സിയാദിനെ വീട്ടിൽ ചെന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതും ഒരു രാത്രി സമയത്തായിരുന്നു. അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പിന്നീട് സ്റ്റേഷനിലേക്ക് വന്നു. ആ സ്റ്റേഷനിലേക്ക് വരും വഴി ജീപ്പിൽ വെച്ച്, പോലീസ് വാഹനത്തിൽ വെച്ച് മർദ്ദനമേറ്റു. സിയാദിന് മർദ്ദനമേറ്റു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ അടുത്ത ദിവസം, അതായത് ഈ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി തൊട്ടടുത്ത ദിവസം തന്നെ സിയാദിനെ വിട്ടയച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കാണാതായി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി കണ്ടെത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് സിയാദിന് ഒരു ബന്ധവുമില്ല എന്ന കാര്യവും കണ്ടെത്തി. അങ്ങനെയാണ് സിയാദിനെ പറഞ്ഞു വിടുന്നത്. പക്ഷേ അതിനു മുമ്പ് സിയാദിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞിരുന്നു. അവന്റെ ജീവിതം നഷ്ടപ്പെടാൻ മാത്രം പാകത്തിൽ അത് കൊടുത്തിരുന്നു. ഇതിനൊപ്പം കേസിൽ അകപ്പെടുത്തുന്ന ആ നഷ്ടപ്പെട്ട കുട്ടിക്ക് വേണ്ടി പരാതി കൊടുത്തതാര്? എന്തുകൊണ്ടാണ് ആ ഒരു പരാതിക്ക് ഇത്രയ്ക്കും വലിയ ഒരു തീവ്രമായ രീതിയിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടത്? എന്തുകൊണ്ട്? ഇതൊക്കെ അന്വേഷണത്തിൽ പെടേണ്ടതാണ്. അവരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം. അവരുകൂടി ഒരുപക്ഷെ ഈ ഒരു മരണത്തിന് കാരണക്കാരാണ്. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അവരുകൂടി ഈ മരണത്തിന് കാരണക്കാരാണ്, ഒരു സംശയമില്ല. എന്നെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നും നമ്മുടെയൊക്കെ മന്ത്രിമാരുടെ കയ്യിലേക്ക് എത്തുമെന്നും വിചാരിക്കാം. എന്തായാലും സഹിക്കുക എന്നല്ലാതൊന്നും പറയാനില്ല. ഇപ്പോൾ എന്തും ചെയ്യാമെന്ന രീതിയിലൊക്കെ എല്ലാവരും മാറിയിരിക്കുന്നു. ബൈ.